സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കും തന്റെ ഓഫീസിനും നേരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൊഴി. സരിതയ്ക്കും ടീം സോളാറിനും സർക്കാരിന്റെ ഭാഗത്തുനിന്നും തന്റെ ഓഫീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു സഹായവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാൽ സരിതയെ താൻ 3 തവണ കണ്ടിരിക്കാം. ശ്രീധരൻ നായരും സരിതയും ഒരുമിച്ച് വന്ന് തന്നെ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. അതേസമയം സോളാർ തട്ടിപ്പ് അന്വേഷിച്ച പ്രത്യേക സംഘം പൊതുതാൽപര്യം മുൻനിർത്തിയല്ല അന്വേഷണം നടത്തിയതെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വിമർശനമുന്നയിച്ചു. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ സോളാർ കമ്മീഷൻ വിസ്തരിച്ചത്. തനിക്കും തന്റെ ഓഫീസിനുമെതിരായി ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച വിസ്താരത്തിൽ പേഴ്സണൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ആദ്യം മറുപടി നൽകിയത്. ജോപ്പനെയും ജിക്കുമോനെയും അവരുടെ പഠനകാലം മുതലേ അറിയാമെന്നും സലീം രാജ് തന്റെ മണ്ഡലത്തിലുള്ള ആളാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വീഴ്ചയും ജാഗ്രതക്കുറവും ഉണ്ടായി. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഇവരെ പുറത്താക്കുകയും ചെയ്തു. സോളാർ തട്ടിപ്പ് ആരോപണം ഉയർന്ന ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നെന്നും അവർ കൃത്യമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രത്യേക സംഘം പൊതുതാൽപര്യം പരിഗണിച്ചല്ല അന്വേഷണം നടത്തിയതെന്നും പരാതിക്കാർ തമ്മിലുള്ള വിഷയങ്ങൾ മാത്രമാണ് പരിഗണിച്ചതെന്നും കമ്മീഷൻ വിമർശിച്ചു. ഇതിനിടെ സോളാർ തട്ടിപ്പ് നായിക സരിത എസ് നായരെ 3 തവണ കണ്ടിരിക്കാമെന്ന് മുഖ്യമന്ത്രി കമ്മീഷന് മുമ്പാകെ പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനെത്തിയപ്പോഴും നിവേദനം നൽകാനെത്തിയപ്പോഴും കടപ്ലാമറ്റത്തെ ജലനിധിയുടെ പരിപാടിയിലും വെച്ച് കണ്ടിരിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സരിതയും ശ്രീധരൻ നായരും തന്നെ ഒരുമിച്ച് വന്ന് കണ്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നായർ റാന്നി കോടതിയിൽ നൽകിയ മൊഴി കളവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ ദിവസവും നിരവധി പേർ കാണാറുണ്ടെന്നും ആ കൂട്ടത്തിൽ സരിത ഉണ്ടായിരുന്നോ എന്ന് തനിക്കറിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കമ്മീഷനും കക്ഷി ചേർന്ന അഭിഭാഷകരും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ മുഖ്യമന്ത്രിയുടെ വിസ്താരം രാത്രി വൈകി 12:45 പൂർത്തിയായത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമരത്തിന് കാരണമായത് സോളാർ തട്ടിപ്പായിരുന്നു. ആ സോളാർ തട്ടിപ്പ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ ഇന്ന് നടന്ന വിസ്താരവും സമാനതകളില്ലാത്ത ചരിത്രമായി മാറി. ഇനി സോളാർ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ബിജു ഗോപിനാഥിനൊപ്പം സൈഫ് സൈനുൽ ആബ്ദീൻ, റിപ്പോർട്ടർ.